നോക്കൂ ഷാനി, കേരളത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം വളരെ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യുക. മാധ്യമ ലോകത്ത് നിന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചരടുവലി നടക്കുന്നത്. മലയാള മനോരമയാണ് അതിൻ്റെ ആണിക്കല്ല്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല. കെ മാത്യുവിൻ്റെ 8ാമത്തെ മോതിരം എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട്. ഞാൻ ഈ ആത്മകഥ വായിച്ച് ഞാൻ കെ മാത്യുവിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യ വിഷന് വേണ്ടിയിട്ട്. അതിനകത്ത് മാമൻ മാപ്പിള എന്ന് പറയുന്ന മലയാള മനോരമയുടെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ, അതായത് മാമൻ മാപ്പിള ആ സ്ഥാപനം കൈമാറേണ്ട കെ എം ചെറിയാനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായിരിക്കണം മലയാള മനോരമയുടെ ഭാവി രാഷ്ട്രീയമെന്ന്. പറയുന്നത് വസ്തുതാപരമായി ചെയ്യാൻ ഞാൻ ഒരു 100 ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞൊരു സാധാരണ പ്രവർത്തകൻ. ഓമനക്കുട്ടന്റെ മകളിന്ന് ഡോക്ടറാണ്. അയാളെ എത്ര വേഗമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മോഷ്ടാവാക്കി ചിത്രീകരിച്ചത്. എത്ര പേര് മാപ്പ് പറഞ്ഞു? ഒന്നും തോന്നരുത്. മസ്തകത്തിന് അടിക്കുമ്പോ ഇങ്ങനെയാണോ അടിക്കേണ്ടത്? ശരത്, ആ ഓമനക്കുട്ടൻ മോഷ്ടാവല്ല എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമം ഏതാണ്? അല്ല, അങ്ങനെ ഓമനക്കുട്ടൻ മോഷ്ടാവല്ലെന്നും ഓമനക്കുട്ടൻ പൈസ ഒന്നും കട്ടെടുത്തിട്ടില്ലെന്നും ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന മാധ്യമത്തിന്റെ പേര് ശരത്. ഞങ്ങൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് ഏതാണെന്ന് ഞാൻ ചോദിച്ചു. അതിന് മുമ്പ് എന്താ കൊടുത്തത്? ഓമനക്കുട്ടനെ വാർത്തയെ സമീപിച്ച രീതി തെറ്റാണ്. സംശയമുണ്ടോ? ഞാൻ ഒരു മാധ്യമത്തിന്റെ പേര് പൊതുവായി കേരളത്തിന്റെ ഒരു കാഴ്ചപ്പാട്. 2, കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ PA കൈക്കൂലി വാങ്ങിച്ചു എന്നൊരു വാർത്ത നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഉറപ്പിച്ചു പറയാം, ഷാനിയുടെ സഹപ്രവർത്തകനായിട്ടുള്ള എന്റെ കൂടെ സുഹൃത്ത് പറയാണ്, ഞാൻ മുമ്പിൽ നിന്നും പിറകിൽ നിന്നും ഒക്കെ കണ്ടപ്പോൾ ആളിനെ അത്ഭുതപ്പെട്ടു പോയി.